MBBS പഠിക്കാൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ വിദേശത്തേക്ക് പോകുമ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഉസ്ബെക്കിസ്ഥാനാണ്. അവിടെ തഷ്കന്ത് മെഡിക്കൽ അക്കാദമി ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? തഷ്കന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമുക്ക് ഡൽഹിയിലെ പോലെ ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് തഷ്കന്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള മെഡിക്കൽ കോളേജാണ്, മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് തഷ്കന്റ് മെഡിക്കൽ അക്കാദമി. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തഷ്കണ്ടിൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളും അവിടെ അവർക്ക് നൈറ്റ് ലൈഫ് ഉണ്ട്. പിന്നെ ഒരു ചില നമ്മുടെ ഇതേപോലെ സ്ഥാൻ കൺട്രീസിലൊക്കെ നേരത്തെ അവിടെ സിറ്റിയൊക്കെ ഓഫാകും. പക്ഷേ തഷ്കണ്ടിൽ അങ്ങനത്തെ ഒരു വിഷയമില്ല. അത് നൈറ്റ് ലൈഫും കിട്ടുന്നുണ്ട്, കുട്ടികൾക്ക് പുറത്തു പോകാൻ പറ്റുന്നത്, എൻ്റർടൈൻമെൻറ്റ് മൂഡുണ്ട്. ഒരു നന്നായി പഠിക്കാനുള്ള സൗകര്യം, അത്രയധികം പേഷ്യൻസും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഡൽഹി എയിംസിലൊക്കെ വരുന്ന പോലെ നല്ല പേഷ്യൻസ് ഫ്ലോ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് തഷ്കന്റ് മെഡിക്കൽ അക്കാദമി. അതായത് TMA എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് TMA എടുക്കാൻ. ഇത് മാത്രമല്ല ഒരുപാട് മലയാളി കുട്ടികളോട് പഠിക്കും, ഒരുപാട് മലയാളി കുട്ടികൾ. അതുപോലെ ഇന്ത്യൻ ഫാക്കൽറ്റീസും അവൈലബിൾ ആണ്. മലയാളികളുണ്ടോ അവിടെ? മലയാളി ഫാക്കൽറ്റീസ് ഇല്ല എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഒരുപാട്. നമുക്കിപ്പോൾ പോവാനാണെങ്കിൽ ഏറ്റവും എളുപ്പം തഷ്കന്താണ്. അത് നമുക്ക് തഷ്കന്ത് തന്നെയാണ് ഫ്ലൈറ്റ് ഇറങ്ങാം. മറ്റത് സമർഖണ്ഡിൽ പോകണമെന്നുണ്ടെങ്കിൽ അബുദാബിയിൽ നിന്ന് വേറെ ഫ്ലൈറ്റ് കയറിയിട്ട് സമർഖണ്ഡ്. അല്ല, അത് ഡയറക്റ്റ് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് അങ്ങോട്ട്. ഡൽഹിയിൽ നിന്ന്, അബുദാബിയിൽ നിന്ന്, ദുബായിൽ നിന്ന് ഒക്കെ കണക്ഷൻ ഫ്ലൈറ്റ്സ് ഉണ്ട്. നമുക്ക് കൊച്ചിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ കണക്ഷൻ ഫ്ലൈറ്റിൽ അവിടെ എത്താൻ പറ്റും. മാത്രമല്ല ഭയങ്കര പേഷ്യൻസിന് ഭയങ്കര ഫ്ലോ ആണ്. അത് നമ്മളെ തഷ്കണ്ടിൽ പോയിട്ട് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? റൂൾസ് ആൻഡ് റെഗുലേഷൻസിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എല്ലാവരും ചോദിക്കുന്ന നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ്. TMA 100% NMC റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ സിലബസ് ആ പറയുന്ന കുറച്ച് പേപ്പേഴ്സ്, ഒരു 19 പേപ്പേഴ്സോളം അപ്പോൾ അത് നമ്മൾ ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ WHO അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റിയാണ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷാണ്. പിന്നെ അതേപോലെ 54 മാസം അഥവാ 4.5 വർഷത്തെ കോഴ്സാണ്. പിന്നെ 12 മാസം ഇന്റേൺഷിപ്പ് പറയുന്നുണ്ട്, അത് ഓക്കെയാണ്. പിന്നെ അതേപോലെ പഠിച്ച രാജ്യത്ത് എന്ത് ചെയ്യണം, ഇവരുടെ ലൈസൻസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റണം. അത് ഉസ്ബെക്കിസ്ഥാനിൽ പറ്റുകയും ചെയ്യും. ലൈസൻസ് എക്സാം ഏറ്റവും കൂടുതൽ ചിലവ് കുറഞ്ഞ് പഠിക്കുകയും ചെയ്യാം. ഒരു എത്ര ബഡ്ജറ്റിൽ വരുന്ന നമുക്ക് മാത്രമല്ല ECFMG ഉണ്ട്. അപ്പോൾ അതായത് നമുക്ക് UK അല്ലെങ്കിൽ യൂറോപ്പിൽ അല്ലെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയ, US പോകാൻ പറ്റും. അതുപോലെ പ്ലേബ് എഴുതാൻ പറ്റും, USML എഴുതാൻ പറ്റും, അതേപോലെ തന്നെ ഓസ്ട്രേലിയ എക്സാം എഴുതാൻ പറ്റും. എല്ലാം നമുക്ക് പോകാൻ പറ്റും. ഇനി 2 വർഷം രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ നിന്ന് പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഗൾഫിലേക്കും പോകാൻ പറ്റും. ഏകദേശം ചെലവ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 30 lakhs-നകത്താണ് ഇൻക്ലൂഡിംഗ് ഫുഡ് അക്കോമഡേഷൻ ഒക്കെ വരിക. അത്രയല്ലേ വരുള്ളൂ. 6 വർഷം കൊണ്ടാണ് ഈ 6 വർഷം കൊണ്ട് 30 lakhs വരുന്നുള്ളൂ അതിനകത്ത് അല്ലേ. ഒരു 5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അല്ല, ഒരു വർഷം അത്രയും വരില്ല. അതായത് ഫുഡ് അക്കോമഡേഷൻ അടക്കം പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരും. ഫുഡ് അക്കോമഡേഷൻ അടക്കം 5 ലക്ഷം രൂപ താമസം. അല്ല, ഫസ്റ്റ് ഇയർ മാത്രമേ 5 ലക്ഷം വരുള്ളൂ. ബാക്കി 5-6 ഫസ്റ്റ് ഇയർ വരും. ബാക്കി അതിനനുസരിച്ച് ഡിവൈഡ് ബൈ 5 അങ്ങനെ വരും. അപ്പോൾ ഒരു സെമസ്റ്ററിൽ ഒരു 2.5 ലക്ഷം രൂപയാണ് കാണേണ്ടത്. ഫുഡ്, അക്കോമഡേഷൻ, താമസം എല്ലാം ഉൾപ്പെടെ. അതിൽ ട്യൂഷൻ ഫീസ് ഉൾപ്പെടെ വരുന്നുണ്ട്. അപ്പോൾ 2.5 ലക്ഷം രൂപ കണ്ടാൽ മതി. കേരളത്തിൽ പൈസ വരുള്ളൂ. 5 ലക്ഷം രൂപ വരുന്നുണ്ട്. പൈസ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പറ്റും. അപ്പോൾ നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് തഷ്കന്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിന് ഫീസ് വളരെ അഫോർഡബിൾ ആണ്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അടിപൊളിയാണ്. നല്ല എഡ്യൂക്കേഷൻ. ഒരു കുട്ടി ഒരു കംപ്ലൈന്റ് ദൂരമാണ്. ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യം കേട്ടോ, ഹോസ്റ്റലിൽ മറ്റുള്ള ഹോസ്റ്റലിൽ സംബന്ധിച്ചല്ലേ, മറ്റുള്ള ഹോസ്റ്റലിൽ പോയി ഹോസ്റ്റൽ മോശമാണല്ല. അതെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ കണ്ട ഹോസ്റ്റലിനെക്കാളൊക്കെ അടിപൊളി ഹോസ്റ്റലാണ്. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിൽ കാണുന്ന ഹോസ്റ്റലിനെക്കാട്ടി അത്ര ഉഷാറാവുന്നില്ല. അതായത് ഉസ്ബെക്കിസ്ഥാനിലെ വേറെ യൂണിവേഴ്സിറ്റി സമർഖണ്ഡിന് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇവിടെ ഒരു പൊടി മോശമായിട്ടുള്ളത്. വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിലൊക്കെ കുട്ടികള് പ്രശ്നങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്.